ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണ്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഓക്കെ, 4 ലെയേഴ്സാണുള്ളത്. അതിൽ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും ബൗണ്ടറിനെ നമുക്ക് ട്രോപ്പോപോസ് എന്ന് പറയാം. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും മെസോസ്ഫിയറിൻ്റെയും ബൗണ്ടറിനെ സ്ട്രാറ്റോപോസ് എന്നും മെസോസ്ഫിയറും തെർമോസ്ഫിയറും തമ്മിലുള്ള ബൗണ്ടറിനെ നമുക്ക് മെസോപോസ് എന്നും നമുക്കിവിടെ വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ നോക്കാം. ഇപ്പോൾ സർഫസിൽ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതൊരു 20 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇവിടെ 20 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറഞ്ഞത്. ഓക്കെ, കൂടും ചെയ്യാം കുറയുകയും ചെയ്യാം. ഒരു 20 ഡിഗ്രി ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അത് ട്രോപ്പോപോസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -45 to -80 ഡിഗ്രി സെൽഷ്യസ് ആവും. അതായത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് പാർട്ട്, അല്ലെങ്കിൽ ആ ട്രോപ്പോപോസ്, സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും തമ്മിലുള്ള ഒരു ബൗണ്ടറി, ആ ബൗണ്ടറിയിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -45 to -80 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യണ കാണാം. -45 നിന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും. ഓക്കെ, -45 ഡിഗ്രി സെൽഷ്യസിന് റൈസ് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസ് എത്തും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓസോൺ ലെയർ ഉണ്ട്. ഓസോൺ ലെയർ ഉള്ളതുകൊണ്ട് തന്നെ അത് ഹീറ്റ് ട്രാപ്പ് ചെയ്യും. ഓക്കെ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ കൂടി വരാനുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് -45 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയി. പിന്നെ നമുക്ക് അവിടെ നിന്ന് പിന്നെയും കുറയണത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെയും 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് പിന്നെയും കുറഞ്ഞ് -100 വരെയാണ് എത്തുന്നത്. ഓക്കെ, -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എത്തുന്നത്. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ ലെയറിൻ്റെ പ്രസൻസ് കാരണമാണ് ഇവിടെ -45 നിന്ന് ഹീറ്റ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ഹീറ്റ് കൂടി 0 ഡിഗ്രി എത്തി. പിന്നെ ഇവിടേക്ക് പിന്നെ മുകളിലേക്ക് പോകുന്നതോടും ഇതിൻ്റെ പ്രസൻസ് കുറയും. അതായത് ഓസോൺ ലെയറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ലല്ലോ, മെസോസ്ഫിയറിലില്ലല്ലോ. സോ അവിടെ ഹീറ്റിനൊന്നും അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ പിന്നെയും കുറഞ്ഞ് -100 ഡിഗ്രി സെൽഷ്യസിലെത്തും. ഓക്കെ, -100 ഡിഗ്രി സെൽഷ്യസിലെത്തും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെയും ടെമ്പറേച്ചർ കൂടി, പിന്നെ ഔട്ടർ സ്പേസ് എത്തി. ഓക്കെ, ഔട്ടർ സ്പേസ് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പാർട്ടിക്കിളൊക്കെ മോളിക്കുലർ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അതായത് മോളിക്കുലർ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഹൈഡ്രജൻ H, ഹീലിയം He, ഓക്സിജൻ O. നൈട്രജന് എൻതാൽപ്പി, അയോണൈസേഷൻ എൻതാൽപ്പി ഹൈ ആയതുകൊണ്ട് തന്നെ നൈട്രജൻ N2 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. സോ ഇതൊക്കെ എന്താ പറയുക, മോളിക്കുലർ ഫോമിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഒട്ടും പ്രഷർ ഉണ്ടാവില്ല മുകളിലേക്ക് പോകുമ്പോൾ. സോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷൻ കാണാം. 0 ഡിഗ്രിയിൽ നമ്മൾ ടെമ്പറേച്ചർ 0 ഡിഗ്രി അല്ല, അതിനും കൂടുതലുണ്ടാവും. ടെമ്പറേച്ചർ കുറഞ്ഞ് -45 എത്തി. -45 to -80 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെയും ഓസോൺ ലെയറിൻ്റെ പ്രസൻസ് കാരണം കൂടി 0 ഡിഗ്രി സെൽഷ്യസ് എത്തി. എവിടെ എത്തിയപ്പോൾ? സ്ട്രാറ്റോപോസ് എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ മെസോസ്ഫിയറിലേക്ക് തന്നെ മെസോപോസിലേക്ക് എത്തുമ്പോൾ പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ് -100 ഡിഗ്രി സെൽഷ്യസ് എത്തി. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെയും ടെമ്പറേച്ചർ കൂടുന്ന ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓക്കെ ഫ്ലൈറ്റ്സൊക്കെ കൂടുതലും പോവാം. സ്ട്രാറ്റോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൽ ആണ് കൂടുതലും ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെയാണ് ഫ്ലൈറ്റ് കൂടുതലും ട്രോപ്പോപോസ് അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ലോവർ മോസ്റ്റ് പാർട്ടിൽ കൂടെ പോകുന്നത്. അതിനാൽ തന്നെ അവിടെ -45 to -80 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.